ഉടനെ ഇന്നേ വരെ നമ്മുടെ ചാനലിൽ വന്നിട്ടില്ലാത്ത യമഹയുടെ RX100 നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയുമായിട്ട് സിംഗിൾ ഓണർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പറയേണ്ടി വരുന്നില്ല, അതായത് അച്ഛൻ്റെ പേരിൽ നിന്ന് മോൻ്റെ പേരിലേക്ക് മാത്രം മാറ്റിയതാണ്. അധികം ഓടിയിട്ടില്ലാത്ത, അധികം ആരും വേറെ കൈമാറി ഉപയോഗിച്ചിട്ടില്ലാത്ത, അതായത് സ്വന്തം മക്കൾക്ക് ഒരാൾ അങ്ങനെ കണ്ണോണം ഉപയോഗിക്കാനായിട്ട് കൊടുക്കില്ലാത്ത കണിശക്കാരനായ ഒരു ചേട്ടൻ്റെ കയ്യിലായിരുന്നു വണ്ടി. അപ്പോൾ ആൾക്ക് വയ്യാണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ്റെ പേരിലേക്ക് മാറ്റി. അങ്ങനെ ഇത് റീവണ്ടി നല്ല ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ എന്ന് തന്നെ പറയണം. സെക്കൻഡ് ഓണറാണ് പേപ്പറിൽ, അതായത് അച്ഛൻ്റെ പേരിൽ നിന്ന് മോൻ്റെ പേരിലേക്ക് മാറ്റി. അങ്ങനെയുള്ള യമഹ RX100 മോഹവലയാണ്. ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ സിംഗിൾ ഓണറായിട്ടുള്ളൊരു വാഹനം കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് സാധ്യത ഭയങ്കര കുറവാണ്. ഇത്തരം വണ്ടികൾ ഒരു സിംഗിൾ ഓണർ വണ്ടി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ കിടുക്കാച്ചി വണ്ടി, ഇനി ഇതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിന് കുറച്ച് ഫോട്ടോസുകൾ കാണാം. ഇവനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇതൊക്കെ ഇപ്പോഴത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മോഹവിലയ്ക്ക് തന്നെ സ്വന്തമാക്കുന്നതാണ്. വണ്ടി എങ്ങനെ നോക്കിയാലും കിടുക്കാച്ചി സംഭവം. ഇപ്പോൾ ഈ ജനുവരിയിൽ ടെസ്റ്റ് കഴിച്ച് ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേറെ ആശങ്കയൊന്നും വേണ്ട. 5 കൊല്ലത്തേക്ക് പേപ്പറുണ്ട്. ഇനി പെയിൻറ്റിങ് ആയാൽ പോലും കിടുവായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ വേറെ ഈ റെഡ് കളർ തന്നെ നല്ല എന്താ പറയുക, നല്ല സ്റ്റൈലാണ് കാണാനായിട്ട്. ഇങ്ങനെ സീറ്റ് കവറൊക്കെ ഉണ്ട്, അങ്ങനെ പുത്തനാണ്. ഇവിടെ അങ്ങനെ ഉപയോഗമില്ല. ഒന്നാമത് ഈ ചേട്ടൻ വിദേശത്താണ്, ഇടയ്ക്ക് പോയി വരും അത്രയ്ക്കുള്ളൊരു സംഭവമുള്ളൂ. അപ്പം മാത്രം ചെറുതായിട്ട് ഉപയോഗങ്ങൾ, ഇവിടെയുള്ള ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഓട്ടങ്ങൾ മാത്രം. ഇവിടെ വേറെ വണ്ടികളുള്ളത് കൊണ്ട് അങ്ങനെ ഇത് ഉപയോഗിക്കലില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം തീർച്ചയായിട്ടും. പിന്നെ ഇത് ഈ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MRF ടയറാണ്. 90% ടയർ കണ്ടീഷൻ ഫ്രണ്ടിലുണ്ട്. ബാക്ക് ടയർ കടുംപുത്തൻ ടയറാണ് നിലവിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്പറും നല്ല കിടുക്ക് നമ്പറാണ്, KL030233 നല്ലൊരു നമ്പറുമാണ് വണ്ടിയുടേത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു RX100 താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം റിസ്ക് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത്. അത്യാവശ്യം എന്താ പറയുക, ഈ വണ്ടിയുമ്പോൾ പോണ ഒരു പവർ എന്ന് പറഞ്ഞാൽ അന്യായ റേഞ്ച് തന്നെയാണ് വണ്ടി ഓടിച്ചു പോണത്. ഇതിൻ്റെ സൗണ്ട് യമഹയുടെ RX100 കുറിച്ചിട്ടൊന്നും ഞാനൊന്നും ആരെയും പഠിപ്പിക്കണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ ലുക്ക് നോക്കി സൈഡ് ചാനലിൽ കിടക്കുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. ഫുള്ള് പണി കഴിച്ച് നീറ്റാക്കി വെച്ചിട്ടുള്ള സംഭവം. അധികം ഓടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം. പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കണവർക്ക് വിശ്വസിച്ചെടുക്കാം. ഒരു സിംഗിൾ ഓണർ വണ്ടി എന്ന നിലയിൽ, സിംഗിൾ ഓണർ പറഞ്ഞ് സെക്കൻഡ് ഓണറാണ് പേപ്പറിലെങ്കിലും ഒരു സിംഗിൾ ഓണറുടെ അതേ പെർഫോമൻസ് തന്നെയാണ് വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ അതേ ഉപയോഗം തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളൂ എന്ന കാര്യം തന്നെയാണ് വീണ്ടും എടുത്തു പറയുന്നത്. ഇൻഷുറൻസ് ഇപ്പോൾ ഈ പറയുന്ന അടുത്ത ജനുവരിയിൽ ടെസ്റ്റ് നടത്തി കാരണം ഡിസംബർ വരെ എന്തായാലും ഇൻഷുറൻസ് ഉണ്ട്. പൊല്യൂഷനാകട്ടെ പുതിയത് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് സൗണ്ട് കേൾപ്പിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയോണം. ചോദിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ പിന്നെ ആള് സമ്മതിച്ചില്ല എനിക്ക് ഓടിക്കാൻ. വണ്ടി ഇപ്പോഴും ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്, വേറെ ഒരു സംഗതിയുമില്ല. അതായത് നിങ്ങൾക്ക് അടിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സൗണ്ട്. ഈ സൗണ്ട് തന്നെയാണ് ഈ വാഹനത്തെ മോഹിപ്പിക്കുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. പിന്നെ എൻജിൻ്റെ സൗണ്ട് കേൾപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ ഒന്നും ഒരു അനക്കം പോലും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ കാര്യം നോക്കിക്കോ. ഒരു കുഞ്ഞ് സൗണ്ട് പോലും ഈ എൻജിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ള വളരെ സൂപ്പറായിട്ടിരിക്കുന്ന സംഭവം. പിന്നെ ടയർ SD ടയറാണ്,
ആൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആളൊരു ആഗ്രഹം കൊണ്ട് SD-യുടെ ടയർ ആൾ സെറ്റാക്കിയതെന്നാണ്. അപ്പോൾ അതുപോലെ വണ്ടി കൊണ്ട് നടന്നിട്ടുള്ളൊരു വണ്ടി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവർക്ക്, ഒരു മോഹവില കൊടുത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രോഫിറ്റ് ആവും. ചില കേസുകളൊക്കെ റേറ്റ് കുറയുന്ന വണ്ടികളൊക്കെ വരും, റീവണ്ടിങ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു വണ്ടിയേ അല്ലടാ. എന്നൊരു സ്റ്റൈലായിട്ട് ഇരിക്കണമെന്ന് അറിയുമോ, നല്ലൊരു വണ്ടി. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി. നന്നായി തന്നെ പണിത് നന്നായി തന്നെ നോക്കി എടുത്തിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ കയ്യിൽ പ്രാവശ്യം കൊടുക്കാനുള്ളത്. ഇനി ഈ വാഹനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഈ വാഹനം ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലേക്കരയ്ക്ക് അടുത്താണ്. അതായത് ആമ്പലൂരിൻ്റെ അടുത്ത് പാലേക്കര ടോൾ പ്ലാസ ഇല്ലേ, അതിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് താല്പര്യമുള്ളവർക്ക്, അതായത് വെറുതെ നിങ്ങൾ എങ്ങനെ എന്താ പറയുക, ചിലരെങ്കിലും വെറുതെ ചവിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ വിളിക്കുമല്ലോ, അങ്ങനെ വിളിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു മോഹവില തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. താല്പര്യമുള്ളവർക്ക് വിളിക്കാം. വില പറയുന്നത് 1,38,000 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വണ്ടി 1989 മോഡലാണ്. 1989 മോഡൽ യമഹ RX 100 ആണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത്. വില പറയുന്നത് 1,38,000 രൂപ. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ നോക്കിക്കുക. നോക്കുന്നവർക്ക് ഉറപ്പാണ് വണ്ടിയുടെ കണ്ടീഷൻ്റെ കാര്യത്തിലും അധികം ചവറ് പോലെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിലും നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ തീർച്ചയായും നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് വർത്താണ് എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേഗം ഈ ചേട്ടനെ വിളിക്കാം. ഇപ്പോൾ ആൾ പുറത്തായാലും നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ നാട്ടിലുണ്ട്, ഇപ്പോൾ ആളെ വിളിച്ചാൽ കിട്ടും. ഇപ്പോൾ ഇനി പുറത്തായാൽ പോലും വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ വേഗം വിളിച്ചോളൂ, ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഈ വാഹനത്തെക്കുറിച്ചുള്ള ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ വാഹനം കൈവശമുള്ളവർ, അല്ലെങ്കിൽ ഇതൊക്കെ ഓടിച്ചിട്ടുള്ള പെർഫോമൻസൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും വിലയേറിയ അഭിപ്രായം തന്നെയാണ്. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ ഇത്തരം വാഹനങ്ങൾ നോക്കി കിടക്കുന്ന നല്ല വാഹന പ്രാന്തന്മാർ, നമ്മൾ വണ്ടി പ്രാന്തന്മാർ എന്നൊക്കെ പറയൂലേ, അവന്മാരുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ മറക്കണ്ടാടാ. പിന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ തമ്പനയിലെ ഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാഹനങ്ങളോ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളതായ എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. വാഹനം ആവശ്യമുണ്ടെങ്കിൽ, അതായത് വാഹനത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് സ്ക്രീനിലാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പർ വണ്ടിയുടെ ആവശ്യത്തിനും, നിങ്ങൾക്ക് എന്നെ വിളിക്കാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മൾ ഈ നമ്പർ എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ, ഈ കാണുന്ന വണ്ടിക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊന്നും മറക്കണ്ട കേട്ടോ. മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങൾ വരുന്നത് എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.